അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പരലോകമോക്ഷമാണ്, സ്വർഗപ്രവേശനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരത്രിക ലോകത്തെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദീകരിച്ച് നൽകുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചതാണ്, നിങ്ങളുടെ നന്മ തിന്മകളെക്കുറിച്ച് കൃത്യമായി അള്ളാഹു ചോദിക്കുകയും അതോടൊപ്പം തന്നെ ആ നന്മ തിന്മകളെ തൂക്കി നോക്കുകയും ചെയ്യുമെന്നുള്ളത്. അവിടെ നന്മയുടെ ഭാഗത്ത് ആർക്കാണോ കനം തൂങ്ങുന്നത് അവനാണ് വിജയമുള്ളത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ അമ്മാമൻ സഖുലത്ത് മവാസീനുഹു ഫഹുവ ഫി ഈശത്തി റാദിയ വ അമ്മാമൻ ഖഫത്ത് മവാസീനുഹു ഫ ഉമ്മുഹു ഹാവിയ. നന്മയും തിന്മയും തൂക്കി നോക്കുന്ന അവസരത്തിൽ നന്മയുടെ ഭാഗത്ത് ആർക്കാണോ കനം തൂങ്ങുന്നത് അവർക്കാണ് തൃപ്തികരമായ ജീവിതമുള്ളത്. എന്നാൽ തിന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്ന ആളുകൾക്ക് ഹാവിയാണുള്ളത്, അത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അഥവാ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്നവർക്കാണ് വിജയമുള്ളത്. എങ്ങനെയാണ് ആ വിജയം നേടിയെടുക്കാൻ കഴിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്ന, തുലാസിൽ കനം തൂങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 4 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന മഹത്തായ കലിമത്തു തൗഹീദ് നാവുകൊണ്ട് ഉച്ചരിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമാവുകയും അത് ജീവിതം കൊണ്ട് ഏറ്റെടുക്കുകയും സകല സന്ദർഭങ്ങളിലും ആരാധനാരംഗത്ത്, പ്രാർത്ഥനാരംഗത്ത്, ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ എല്ലാ രംഗത്തും പടച്ചവനോട് മാത്രം ദുആ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചേർന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴുവൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവുക എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രം അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കൊണ്ടുവരും. ആ മനുഷ്യനോടൊപ്പം 99ഓളം അവൻ്റെ ഏടുകളുണ്ടാകും, അവൻ്റെ കർമ്മരേഖകളുണ്ടാകും. എല്ലാം അവനെതിരായിരിക്കും. അള്ളാഹുവിനോട് ചോദിക്കും, ഈ ചെയ്ത കർമ്മങ്ങളിൽ ഏതെങ്കിലും നീ ചെയ്യാത്തതായി ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? നിന്നോട് വല്ല അനീതിയും കാണിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയും, ഇല്ല, ഞാൻ ചെയ്ത പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഈ ഏടുകളിൽ ഉള്ളത് എന്ന് അള്ളാഹുവിനോട് അവൻ സമ്മതിക്കും. എന്തെങ്കിലും നന്മയായി നിൻ്റെ അടുക്കലുണ്ടോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കും. അവൻ പറയും, അവന് പരിഭ്രാന്തനായി പോകും. ഒരു നന്മയും പടച്ച റബ്ബിനോട് പറയത്തക്ക വിധത്തിൽ അവൻ്റെ അടുക്കൽ ഉണ്ടാവുകയില്ല. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ബിതാഖ എടുക്കും, ഒരു കാർഡ് എടുക്കും. ആ കാർഡിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ല കാണുമ്പോൾ ആ മനുഷ്യൻ പറയും, ഈ ബിതാഖയും ഈ വലിയ സിജില്ലാത്തുകൾക്കുമിടയിൽ ഈ ബിതാഖ എങ്ങനെയാണ് കനം തൂങ്ങുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷേ ഒരു തട്ടിൽ അവൻ്റെ ബിതാഖയും മറ്റേ തട്ടിൽ അവൻ്റെ മുഴുവൻ കർമ്മരേഖകളും സിജില്ലാത്തുകളും വെക്കുന്നു. അവിടെ കനം തൂങ്ങുന്നത് അവൻ്റെ ബിതാഖയാണ്, ലാ ഇലാഹ ഇല്ലല്ലയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ശേഷം പറയുന്നത്, അള്ളാഹുവിൻ്റെ നാമത്തെക്കാൾ പ്രപഞ്ചത്തിലെ ഒന്നും കനം തൂങ്ങുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹുസ്നുൽ ഖുൽഖാണ്, സ്വഭാവ വൈശിഷ്ട്യം ഉണ്ടാവുക, നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങാൻ ഒരുവൻ്റെ സൽസ്വഭാവം മാത്രം മതി എന്നാണ്. പലപ്പോഴും നമ്മളിൽ പല ആളുകൾക്കും ആരാധനാരംഗത്ത് നല്ല കൃത്യനിഷ്ഠതയുണ്ടാകും, മറ്റിതര കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാകും, പക്ഷേ സ്വഭാവം ശരിയല്ല എന്ന് പല ആളുകളിൽ നിന്നായി നമ്മൾ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാവുക എന്നാണ്. നല്ല സംസാരം നടത്തുക, ആളുകളോട് നല്ല നിലയിൽ പെരുമാറുക, നൈർമല്യത്തോടു കൂടി സംസാരിക്കുക, സഹിഷ്ണുതയുണ്ടാവുക, സഹവർത്തിത്വം ഉണ്ടാവുക, വിട്ടുവീഴ്ചയുടെ മനോഭാവം ഉണ്ടാവുക, ആളുകളോടൊക്കെ സൗമ്യമായി പെരുമാറുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാവിധ സൽഗുണങ്ങളും ഒരാളിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അതുമാത്രം മതി അവന് നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങാൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൂന്നാമതായി നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്ന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദിക്റുള്ളയാണ്. എല്ലാ സമയത്തും നമ്മുടെ നാവ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ കൊണ്ട് നനഞ്ഞിരിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്ന, തുലാസിൽ കനം തൂങ്ങുന്ന, എന്നാൽ നാവിന് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്റുണ്ട്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ആരെങ്കിലും 100 ആവർത്തി ചൊല്ലുന്നുവെങ്കിൽ അവൻ്റെ തിന്മകൾ മുഴുവൻ മായ്ച്ചു കളയും, മിഥില സബദിൽ ബഹർ, അത് കടലിലെ നുരയും പതയോളം ഉണ്ടെങ്കിലും ശരി എന്ന് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നൊരാൾ ചൊല്ലുകയാണെങ്കിൽ അത് സ്വർഗത്തിലെ നിധിയാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ
നടക്കുമ്പോൾ, ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചൊല്ലാൻ കഴിയുന്ന, വളരെ നിസ്സാരമായി ചൊല്ലാൻ കഴിയുന്ന ഇത്തരം അദ്കാറുകൾ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്ന കാര്യമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നാലാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം വഖഫാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുക. പഴയ ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വഖഫ് ചെയ്ത സ്വത്ത് അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ നമസ്കരിക്കുന്നത്, മദ്രസകൾ നടത്തുന്നത്, വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ അവർ വഖഫ് ചെയ്ത സമ്പത്ത് കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതിയ തലമുറക്ക് അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും അറിയാത്തത് കൊണ്ട് പലപ്പോഴും ഇന്ന് വഖഫുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാൾ ഒരു മൃഗത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം അവന് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ്റെ മീസാനിൽ കനം തൂക്കുന്ന കാര്യമായിട്ടാണ്. അത് കുടിക്കുന്ന വെള്ളം, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ വിസർജ്യം പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവന് നന്മയും തിന്മയും തൂക്കി നോക്കുന്ന അവസരത്തിൽ നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങാനായി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ഒരു സ്ഥാപനം നൽകുന്നുവെങ്കിൽ, മറ്റെന്തെങ്കിലും പള്ളി നൽകുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സകല കർമ്മങ്ങളുടെയും പ്രതിഫലം ആ വ്യക്തിക്കുണ്ടാകും എന്ന തിരിച്ചറിവാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്നതാണ് എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം ഇത് ജീവിതത്തിൽ പകർത്തുവാനും മീസാനിൽ കനം തൂക്കുവാനുമുള്ള ആഗ്രഹവും പ്രതീക്ഷയും നിയ്യത്തും ഉണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.